വ്ലോഗാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വേമ്പനാട്ട് കായലാണ് കേട്ടോ. ഈ കായലിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾക്ക് ചെമ്മീനും കൊഴുവയും കിട്ടുന്നത്. ഈ കായലിൽ കാണുന്ന മറ്റാരും അല്ല കേട്ടോ, എൻ്റെ അപ്പാപ്പയാണേ. കായലിൻ്റെ അടിയിൽ ഫ്രഷ് കക്കയുണ്ട് കേട്ടോ, അതെൻ്റെ അപ്പാപ്പ എടുക്കുവാണേ. ഇത് സിമ്പിളായിട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് വാരിയെടുക്കാൻ. ഇന്നൊന്നും അധികം ഇല്ല കേട്ടോ, ഇന്ന് കുറച്ചേ കിട്ടിയുള്ളേ. എങ്കിലും ഞങ്ങൾക്ക് ഫ്രൈ ചെയ്യാൻ ഉള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ഈ കായലുള്ളത്. ഇത് ഇത്രയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇനി കിട്ടിയിട്ടുള്ളത്. ഇത് കിട്ടിയ ഉടനെ ക്ലീൻ ചെയ്യാനായിട്ട് അമ്മയും കൂടെ തയ്യാറായിട്ടിരിക്കുവാണ് കേട്ടോ. ഇതിപ്പോ കായലിൽ നിന്ന് കിട്ടുമ്പോ കക്ക മാത്രമല്ല കേട്ടോ, പൊട്ടിയ കക്കത്തോടും ചവറും ചെളിയുമായിട്ടാണ് കേട്ടോ ഇതൊക്കെ കിട്ടുന്നത്. ഇത് ക്ലീൻ ചെയ്തെടുക്കുന്ന വലിയൊരു ടാസ്ക് ആണ് കേട്ടോ. ബുദ്ധിമുട്ടാണെങ്കിലും ഇവര് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. ഇതിൽ 2 വീഡിയോ ഞങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. കക്ക ഇറച്ചി കഴുകുന്ന വീഡിയോ ആണ് കേട്ടോ മിസ്സായി പോയത്. ഇപ്പൊ അത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുഴുങ്ങാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ തിളച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യാട്ടോ. ഇപ്പൊ തിളച്ച് കക്കത്തോടൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ല കാണാനായിട്ട്, എല്ലാ ഇറച്ചിയും പൊട്ടി വന്ന് റെഡിയായി വരുമ്പോ ഇതൊരു കൊട്ടയനകത്തോട്ട് മാറ്റും കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കക്കത്തോടും കക്ക ഇറച്ചി സെപ്പറേറ്റ് ആയിട്ട് എടുക്കും കേട്ടോ. ഇതിന്റെ അമ്മമ്മയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇത് കിളിക്കുന്ന കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ കക്ക ഫ്രൈ ചെയ്യാനുള്ള പണിയിലാണ് കേട്ടോ. അതിന് ആവശ്യമായ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കാൻ വെക്കും. ഇതിന്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ എല്ലാം കളഞ്ഞെടുക്കണം കേട്ടോ, മറക്കല്ലേ. വേവിക്കാൻ വെക്കുമ്പോ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമല്ല കേട്ടോ, പച്ചമുളകും തേങ്ങാക്കൊത്തും ഇട്ട് വെക്കണേ. ഇതിന് നമുക്ക് അടിപൊളി രുചിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾ ഫ്രഷ് കക്ക കിട്ടിയാൽ ഇങ്ങനെ ചെയ്യാൻ മറക്കല്ലേ.